ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടിക്കറ്റ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതോടെ ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിലുള്ള സംശയങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ഒരാൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ടിക്കറ്റിന്റെ കൂടെ തന്നെ കാറുകളുടെ ഡ്രോയിങ് നിർത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അതിനുള്ള ആൻസർ വളരെ സിമ്പിൾ ആണ്. ടിക്കറ്റ് കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. മെയ് 3-ാം തീയതി ഡ്രീം കാർ ഡ്രോയിൽ റേഞ്ചർ ഓവർ ആയിരുന്നു വിന്നിംഗ് പ്രൈസ്. ആ ഒരു ഡ്രോയുടെ റിസൾട്ടും കൂടി ഏപ്രിൽ 3-ാം തീയതി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് പെൻഡിംഗ് ആയിരിക്കുന്ന എല്ലാ ഡ്രോയുടെയും റിസൾട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അവർ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്, അവരുടെ എല്ലാ സർവീസും താൽക്കാലികമായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ടിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ അവരുടെ ഒരു ഡ്രോയിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ അവർ റെസ്യൂം ചെയ്യുന്ന സമയത്ത് അതിന്റെ അപ്ഡേഷനുമായിട്ട് ഈ ചാനൽ ത്രൂ ഞാൻ വരുന്നതാണ്. അപ്പൊ ആ കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതുപോലെ തന്നെ ടിക്കറ്റ് അല്ലാതെ മറ്റുള്ള ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറും 5000 ടിക്കറ്റിൽ നിന്ന് $1 മില്യൺ സ്വന്തമാക്കാനുള്ള ഒരു കിടിലൻ ഡ്രോ അവൈലബിൾ ആണ്. UAE ഡ്രോ തന്നെയാണ്. അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോസിൽ വന്നൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെല്ലാം അറിയിക്കുക. അടുത്ത വീഡിയോ കാണുവരെ ബൈ.